ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കൊടൈസിലൊന്നും സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് കാണുമ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണേന്നൊന്നും ഇതുവരെയായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. അതേ കാലത്ത് എണീറ്റ് നല്ല നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന തണവും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ട്. ഇത് മനസ്സിലാക്കി മനസ്സിലാച്ചൊരു റൂമിൻ്റെ ബാൽക്കണി. ഇങ്ങനെ പിള്ളേർക്ക് ബാൽക്കണി ഇല്ലാത്ത റൂമാണ് ഞങ്ങൾ കൊടുത്തത്. രസമില്ലേ? ഞാൻ ബാക്ക് ക്യാമിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു മയിലിൻ്റെ സൗണ്ട് ഇവിടെ കേട്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മയിൽ എവിടെയാണാവോ, സൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാളിങ്ങോട്ട് പറന്നു വന്നു. പക്ഷെ കാണാനില്ല, മുകളിലോട്ട് പോയി. അപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നില്ല, മിസ്സായിപ്പോയി. നല്ല സുഖം. അപ്പം ഞാനും അഭിചേട്ടനും മെൽഫ് ചേച്ചി മനുഷ്യരുടെ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരാമെന്ന് വെച്ചിരിക്കുക. പിള്ളേരെ വിളിക്കുന്നില്ല, അവർ കിടന്ന് ഉറങ്ങിയോട്ടെ. ഇപ്പോൾ ഒരു 6 മണി 6:30 ആയിട്ടുള്ളൂ. അതൊരു നല്ല തണോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടത്തുനിന്ന് വരുന്നതുകൊണ്ട് നല്ല തണവുണ്ട്. പക്ഷെ ഇവിടുത്തെ കാര്യമൊന്നും അത്ര തണവ് പറയുന്നില്ല. എന്നാലും ഉണ്ട്, തണവുണ്ട്. അപ്പോൾ നടക്കാൻ പോവാം. ഞങ്ങൾ ആ സമയം കുറക്കി എന്ന് പറയണ കൊഞ്ഞു കുറച്ചാൽ നിൽക്കും. ഓഫോ ഞാൻ നിങ്ങളെ അവിടുന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ എണീക്കില്ലായിരുന്നു. ട്രിപ്പിന് പോയാൽ നന്നായി കിടന്ന് ഉറങ്ങണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ അവിടെ നിന്ന് തട്ടലും മുട്ടലും കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ നടക്കാൻ പോകാൻ എണീറ്റെന്ന് കരുതിയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. പക്ഷെ എണീറ്റത് വേർത്തായിട്ടോ. ആ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ നേരം കിടന്നുറങ്ങിയ വ്യൂ ഒക്കെ നമുക്ക് മിസ്. ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് പറഞ്ഞാൽ മൺഡേ. അപ്പോൾ അഭിചേട്ടൻ്റെ വർക്കിംഗ് ഡേ ആണല്ലോ, സൈറ്റിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു വർക്കേഴ്സൊക്കെ. അപ്പോൾ അഭിചേട്ടൻ കുറേ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആൾ നേരത്തെ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. പിള്ളേരൊഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഏരിയാസൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്, ലോക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അധികം ഒന്നും അങ്ങോട്ട് നടക്കാണ്ടായിരുന്നില്ല, അതൊരു എൻഡായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നടക്കാമെന്ന് അറിയുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ പൊടുന്നനെ ആയിട്ട് കുഞ്ഞിതായിട്ട് വീടുകളൊക്കെ കാണുന്നത് അങ്ങ് ദൂരെ. കറണ്ട് പോയി ഗൈസ്, ജനറേറ്ററിലുള്ള ലൈറ്റ്സ് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് റെഡിയാവാൻ കുറച്ചധികം ടൈം വേണ്ടതുകൊണ്ട് ഞങ്ങൾ വേഗം കുളിച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് താഴെ പോകാൻ ഇരിച്ചു. കെട്ടിയിട്ട് അമ്മയുടെ മുടി സെറ്റ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓംലേറ്റൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത കഥയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. GRT എന്ന് പറയണ അവിടെ നിന്ന് ഓർഡർ ചെയ്യട്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ക്യാഷും കൊടുത്തായിരുന്നു 1500 രൂപ. ഞങ്ങൾ 11 പേർക്ക് അത്രയേ ലാവുള്ളൂ എന്ന് കരുതിയിട്ട്. പക്ഷേ അതൊരു മിസ്റ്റേക്കായിരുന്നു. നമ്മൾക്കത് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്ര വലിയ ലക്ഷറി 5 സ്റ്റാർ ഹോട്ടലായിരുന്നു എന്ന്. ആ പയ്യനും അത് ശ്രദ്ധിച്ചില്ല. അവിടെ എത്തിയപ്പോൾ ബില്ല് വന്നപ്പോൾ 5000 സംതിങ് ബില്ല് വന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര പൈസ പറഞ്ഞപ്പോൾ. അങ്ങനെയൊക്കെ സംഭവങ്ങൾ. ഞങ്ങളുടെ അന്നത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾക്കൊരു പണി. ഞങ്ങൾ ഇറങ്ങുന്ന വഴിയിൽ തന്നെ ലോറിയുടെ ഉള്ളിൽ ഒരു ഹിറ്റാച്ചി കയറ്റാനായിട്ട് അവർ പാടുപെടുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ മുകളിൽ ഞങ്ങൾ അവിടെ പോസ്റ്റായിട്ടോ. അത് കയറ്റാതെ അവിടെ നിന്ന് ഇറങ്ങാൻ വേറെ വഴിയുമില്ല. അത് പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാ. സാധാരണ ഞങ്ങളൊരു ട്രിപ്പ് പോകുമ്പോൾ പിന്നെ പോകാണെന്നുണ്ടെങ്കിൽ നാളെ ഈവനിങ് ആയപ്പോഴേക്ക് തിരിച്ചു വരുന്ന രീതിയിലുള്ള യാത്രകളാണ് കേട്ടോ പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരു ഹറിബറിയും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് സമയം കൂടി നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ 2 നൈറ്റ് ഇവിടെ സ്റ്റേ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇത്തിരി കൂടി സമയം ഞങ്ങൾക്ക് കിട്ടി. കൊടൈസ് സാധാരണ പോകുന്ന ഒരാളുടെ ഐറ്റിനറിയിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഗുണ കേവ്, സൂയിസൈഡ് പോയിന്റ്, പിന്നെ പൈൻ ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാറ്റി പിടിക്കാം, അവിടുത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. മന്നവനൂർ ലേക്ക്, പിന്നെ പൂപ്പാറ വില്ലേജ്, ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. അത് നമ്മൾക്ക് കൊടൈക്കനാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു 30 കിലോമീറ്റർ ദൂരെയായിരുന്നു. ചേട്ടൻ മത്സരിച്ചും കൂടിയിട്ടാണ് കേട്ടോ അത് പ്ലാൻ ചെയ്തത്. അവരുടെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ യാത്ര പോകുന്നതേ പൂപ്പാറ വഴി മന്നവന്നൂർക്കാണ് പോകുന്നത്. മന്നവന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കില് കുളിച്ചതിന് ശേഷം ആടിന്റെ ഒരു ഫാം ഉണ്ട്, ചെമ്മരിയാടുകളുടെ. ആ ഫാമിൽ പോയിട്ട് ആട് ജീവിതം എന്താന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പൂപ്പാറയ്ക്ക് വരും. ഓക്കെ, ഇടയിൽ അവൻ കയറിയിട്ടാ, ഞാനല്ല. കുഴപ്പമില്ല, അതൊക്കെ രസം. ലൈവ് കമന്ററി കൊടുക്കായിരുന്നു. ക്യാമറമാൻ മന്നവനൂർ ലേക്കിൻ്റെ ഏരിയയിലേക്ക് നമുക്കൊരു 30 കിലോമീറ്റർ യാത്രയുണ്ടെങ്കിലും ആ യാത്ര അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ കുറേ പൈമരങ്ങളുള്ള ഒരു ഏരിയ, ഫോറസ്റ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. അല്ലാത്ത രീതിയിലുള്ള ഫോറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പാറയും കുന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാഴ്ചകൾ കാണാം നമുക്ക്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ലേക്കിൻ്റെ വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സൈഡിലൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് തടസ്സമുള്ള രീതിയിലൊന്നല്ലായിരുന്നു. അതൊക്കെ അവർ വെട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്, മുന്നത്തെ മഴയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വീണതായിരിക്കും. പിന്നെ കുറേ പേര് അവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസ് എടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ റിസ്ക് എടുത്തില്ല. കാരണം അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വന്യജീവികളുടെ ഒരു പടങ്ങളൊക്കെ വെച്ചിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അവിടെ ഇറങ്ങി റിസ്ക് എടുത്തില്ല കേട്ടോ. എനിക്കത് അറിഞ്ഞൂടെ എത്ര കണ്ട അവിടെ സേഫാണ് കാര്യങ്ങളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊടൈക്കനാലിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കുറേ പേരൊക്കെ പോകുന്നുണ്ടാവും, എങ്കിലും എനിക്കിതൊരു പുതിയ അറിവായതുകൊണ്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആ റൂട്ടൊന്ന് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആരുടെങ്കിലും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് മാപ്പ് ഇട്ട് പോകാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അവിടെ റേഞ്ച് പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ അതിൻ്റെ ഇതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതിപ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ നിർത്തുമ്പോൾ നമുക്ക് കോൺ, ഐസ്ക്രീംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടാനുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രെഡും ജാമും ഒക്കെ കയ്യിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. നമുക്കറിയില്ലല്ലോ ഉണ്ടോ ഇല്ലേന്ന്. അവിടെ ഇല്ലയെന്നാണ് അവിടെ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് കയ്യിൽ വെച്ചു. റെസ്റ്റോറൻറ്റ് കാണുകയാണെങ്കിൽ കഴിക്കാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ബ്രെഡ് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, ലേക്കിൻ്റെ നമുക്ക് ഇവിടെ നിന്നേ കാണാൻ പറ്റും ലേക്ക്. ഇതാണ് മന്നവനൂർ ലേക്ക്. പോകുന്ന റൂട്ട് കണ്ടോ, നമുക്ക് ഇടയ്ക്കൊക്കെ ഓടയൊക്കെ കാണാം. ആ കോട എനിക്ക് ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല, പക്ഷെ കോടയൊക്കെ ചില സൈഡിലെത്തുമ്പോൾ ഇതാണ് കേട്ടോ മന്നവനൂർ എക്കോ ടൂറിസം സൈറ്റ് വരുന്നത്. ലേക്കിൻ്റെ ഏരിയ ഇതാണ്. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ ടിക്കറ്റ് എടുക്കണം. അടുത്തതിന് ശേഷമായിട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇതെന്താണ് എക്കോ ടൂറിസം എന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. എൻട്രൻസിൻ്റെ അവിടെ ഒരു 3-4 ബിൽഡിംഗ് ഒക്കെ കാണാം. അതൊരു മിലിറ്ററി കൈൻഡ് ഓഫ് പെയിന്റിങ് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ബോട്ടിൽസ് വെച്ചിട്ടാണ് കേട്ടോ അവർ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് അങ്ങനെ തോന്നിയില്ല പെയിന്റ് അടിച്ച ഏരിയയിൽ. പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു പോർഷൻ അവർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തെങ്കിലും ഫോണിൽ ഇപ്പോൾ അത് കാണാനില്ല. എനിക്ക് തോന്നുന്നു റെക്കോർഡായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നില്ലേ, കണ്ടോ മിലിറ്ററി കളേഴ്സിൽ ചെയ്തിട്ടുള്ളത്. മിലിറ്ററി കളേഴ്സ് അല്ല, അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റിങ് വെച്ച് ചെയ്തേക്കുന്നത്. അതെല്ലാം ആ ഒരു രീതിയിൽ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അവരത് ഉണ്ടാക്കിയേക്കുന്നത്. പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതേ മനുഷ്യേട്ടൻ്റെ ഓരോ കലാപരിപാടികളാണ് കേട്ടോ. ഞങ്ങളുടെ ട്രിപ്പിലത്തെ എൻ്റർടൈനറാണ് മനുഷ്യേട്ടൻ. അപ്പോൾ അതേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പിറ്റേ ദിവസം ഇപ്പം മൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ട്യൂസ്ഡേ മനുഷ്യേട്ടൻ്റെ മെൽഫേജിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിനുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ കൂടുതൽ പ്രിഫറൻസ് ഫോട്ടോസ് എടുക്കാൻ അവർക്കായിരുന്നേ. ഞങ്ങൾ ഫോട്ടോസ് എടുത്തു, ഇല്ല എന്നല്ല. അപ്പോൾ വെയിലായതുകൊണ്ടാണ് കേട്ടോ മെൽഫേജി കോട എടുത്തേക്കുന്നത്. പക്ഷെ കുറച്ച് ദൂരം നമുക്ക് വെയിൽ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒക്കെ. ലേക്കിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ മരങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വെയിൽ നമുക്ക് നന്നായി ഫീൽ ചെയ്യുന്നത്. വെയിലാണെന്ന് വെച്ചാൽ നമുക്ക് ചൂടെടുക്കുന്നൊന്നുമില്ല കേട്ടോ.
ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖമുള്ള ക്ലൈമറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അരോചകമായി തോന്നും, പക്ഷെ നമ്മൾ ഈ ചൂടത്തുനിന്ന് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് അത് നന്നായി ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നടക്കാനൊക്കെ നല്ല മടി ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നമുക്ക് വ്യൂ നമ്മൾ മിസ് ചെയ്യരുതല്ലോ. നമ്മളൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടന്നെത്തിയിട്ടോ. പക്ഷെ കുറച്ച് എത്തിയപ്പോഴേക്കും അബ്ചേട്ടന് ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും തലവേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അബ്ചേട്ടൻ പക്ഷെ അവിടെ എത്തി വ്യൂ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൾ തിരിച്ചു പോന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല സീനറി, നല്ല എന്താ പറയാ പച്ചയും നീലൊക്കെ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ബോട്ടിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ. പൂ പോയി ഇവിടെ നിറച്ച് ഇങ്ങനത്തെ പൂക്കളുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. കയാക്കിംഗ് ഉണ്ട്. പോകുന്നുണ്ടോന്ന് അറിയില്ല. അബ്ചേട്ടന് തലവേദന എടുത്തിട്ട് അബ്ചേട്ടൻ വണ്ടിയിലേക്ക് തിരിച്ചുപോയി. കുതിരപ്പുറത്ത് പോവാണ് ഞങ്ങള് വരാതെ പിന്നെ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുന്നത്തെ ദിവസം ലേക്ക് സൈഡിൽ പോയപ്പോ ഞാനും ആമി ആദ്യമൊക്കെ കുതിരപ്പുറത്ത് കയറിയായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് സാരക്കുട്ടിക്ക് കയറണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അവൾ അന്ന് അവിടെ ഒരു ഗെയിം കളിക്കാൻ പോയോണ്ട് അവൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മനുഷ്യട്ടൻ സാരക്കുട്ടീനെ അവിടെ കുതിരപ്പുറത്ത് കയറ്റിട്ടോ. കുറച്ച് ദൂരം ഞാൻ പോകുന്നുള്ളൂ, ജസ്റ്റ് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒരു റീൽ അവിടെ നിന്ന് സെറ്റ് ചെയ്തു. പാട്ടൊന്നും ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയിണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല 8ന്റെ പണി കിട്ടി. പക്ഷെ ഞങ്ങൾ അതൊക്കെ എങ്ങനെയോ എടുത്തൊരു വീഡിയോ. എഴുതി വെച്ചിട്ടില്ലല്ലോ. എങ്ങനെയുണ്ടാ അമ്മി സ്ഥലം? സ്ഥലം നല്ല സ്ഥലമായിരുന്നു. സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പോവാൻ പറ്റിയില്ല. ബോട്ട് ഉണ്ടായിരുന്നു, ചെറുതാന്ന് പറഞ്ഞു ഞങ്ങളുടെ ഹോഴ്സ് ഉണ്ടായിരുന്നു, പോവാൻ പറ്റിയില്ല. ഞങ്ങൾ റീലെടുത്തത് നല്ല സ്ഥലമുണ്ട്. ഞങ്ങൾ ഹോഴ്സ് റൈഡൊക്കെ ഇന്നലെ പോയായിരുന്നു. പിന്നെ ഇവിടെ ജസ്റ്റ് അവിടെ വരെ പോകുന്നുള്ളൂ, 100 രൂപ. പക്ഷെ നല്ല സ്ഥലം കേട്ടോ. നമുക്ക് വെയിലത്ത് എളുപ്പമല്ല, പക്ഷെ ഞങ്ങൾ വന്ന സമയം വലിയ പ്രശ്നമില്ല. കണ്ടോ ഇപ്പോൾ വെയിലില്ല, നല്ല തണുത്ത കാറ്റുണ്ട്. എന്താ സ്ഥലത്തിന്റെ പേര്? ആ സ്ഥലത്തിന്റെ പേര് ഞാൻ കാണിച്ചു കേട്ടോ. ഒരു ലേക്കും അതിന്റെ പരിസരമാണ്, പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നീലാകാശം, നീലവെള്ളം, നല്ല ഭംഗിയുള്ള വെള്ള പൂക്കളുണ്ട് ഇവിടെ. അപ്പൊ അത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് തന്നെ കുറച്ചൊരു 1 കിലോമീറ്റർ മുന്നാണ് ഈ ഷീപ്പ് ഫാം വരുന്നത്. നമ്മൾ വരുമ്പോൾ ഷീപ്പ് ഫാം ആണ് ആദ്യം വരുന്നത്. അതിന് ശേഷമാണ് കേട്ടോ മന്നമനൂർ ലേക്ക് വരാം. ഞങ്ങൾ മന്നമനൂർ ലേക്ക് കണ്ടതിന് ശേഷമാണ് ഷീപ്പ് ഫാമിലേക്ക് വന്നത്. അപ്പോൾ അവിടെ മെൽഫി ചേച്ചി കണ്ട വീഡിയോസിലൊക്കെ അവർ നമ്മളവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഷീപ്സിനെ തുറന്നു വിടും, അപ്പോൾ നമ്മുടെ മേലിൽ കൂടെ അത് ഉരസി പോകുന്നൊക്കെയാണ് മെൽഫി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അത് ഈവനിങ് എപ്പോഴും ആണ് അതിൻ്റെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയതൊരു ഉച്ചയോട് കൂടിയിട്ടാണ്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കയറിപ്പോയിട്ടോ. കുറേ ഒരു കുന്നാണ്, കയറാനുണ്ട്. എല്ലാ സ്ഥലത്ത് പോയാൽ നടക്കാനും കുന്ന് കയറാനൊക്കെ ഉണ്ട്. കുറച്ചൊരു മെനക്കെടണം. ഇവിടെയും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സ്കാർഫൊക്കെ എന്നിട്ട് കയ്യിൽ വെച്ചു. ഷൂ ഇട്ടിട്ടാണെങ്കിൽ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നേ. വെയിലാണ് കൈസ്, നല്ല വെയിൽ. എങ്ങനെയുണ്ട് തലവേദന? തലവേദന കുഴപ്പമില്ല, പക്ഷെ ഈ കയറ്റം അതൊരു തലവേദന. നല്ല കയറ്റുണ്ട്, പണിയെടുപ്പിക്കുക. അവിടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു ചേട്ടാ. ചെറുതാന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തു. ഇത് മറ്റേ ലേക്കിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഷീപ്പ് ഫാം വരുന്നത്. നമ്മുടെ കേരളത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇതൊക്കെ ചേട്ടാ. വാഗമണിലൊക്കെ വെയിലുണ്ടെങ്കിലും
ചൂടെടുക്കില്ല അല്ലേ? തണുത്ത കാറ്റുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതായത് ഇവര് ഷീപ്പ് ഫാം ഉണ്ടാക്കി അതിന്റെ ബിസിനസ് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ അതിനുള്ള ഡെയിലി ചെലവും വരുന്നുണ്ട്. ഓരോ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ അവർ ഓരോന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത് അവിടെ. അപ്പോൾ ഷീപ്സിൻ്റെ തന്നെ 2 സെക്ഷനാണ് ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ടത്. പക്ഷെ അവർ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ലേ, മേലൊക്കെ നിറച്ച് അഴുക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മെൽഫി ചേച്ചി പറഞ്ഞ രീതിയിൽ ഗേറ്റ് തുറന്നൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുഞ്ഞ് ഷീപ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ. സമയത്ത് നമ്മൾ ഗേറ്റിന്റെ അടുത്ത് നിർത്തും. അല്ല നീ നിന്നെ ഞാൻ ശരിയാക്കി തരടാ. ഞങ്ങൾ ഷീപ്പിനെ കണ്ടു. ഇനി ഞങ്ങൾ റാബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റാബിറ്റിനെ കാണാൻ പറ്റും, നോക്കട്ടെ കേട്ടോ. റാബിറ്റിന്റെ അവിടെ എത്തിട്ടോ. റാബിറ്റ് നല്ലതാ. ഓ കാണാൻ വേണ്ടിട്ട് ഈ ഭാഗത്തൊക്കെ വെള്ള മൊയിലുകളുണ്ട്. പിന്നെ ഇവിടെ ആഷ് മൊയിലുണ്ട്. പിന്നെ 2 കൂട് കാലി, ഇല്ല 3 കൂട് കാലി. ഇത് വലിയ മൊയില. ഇത് ഡച്ച് എന്നാണ്, ഡബിൾ ഷെയ്ഡ് വരുന്നൊരു മൊയില്. ഇത് കറുത്ത മൊയില്. ഇതൊക്കെ വൈറ്റാട്ടോ. ഇതും വയലിൽ ചാടി പോണു കേട്ടോ. കാണിച്ചേ. വെയിലും കൊണ്ട് കയറ്റവും കയറിയപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ഷെഡുകളിലായിട്ടാണ് ഓരോ മൃഗങ്ങൾ അവർ ചെയ്തേക്കുന്നത്. ഓരോ മൃഗങ്ങളല്ല, ഇപ്പം അവിടെ ഷീപ്പും റാബിറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഷെഡിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടോ. അവർ 5 പേരും കൂടെ പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കിയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അവരെ നോക്കിയിരിക്കുക. അവരെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം സാറക്കുട്ടിയും ആദ്യം കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ തിരിച്ച് വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഒന്നുമില്ലയെന്ന്. അങ്ങനെ പിന്നെ അവരവിടെ നിന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് സുഖിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അപ്പുറത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷെഡുകൾ കാലിയായി കിടക്കുന്നുണ്ട്. കുറേയൊക്കെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് ഫീഡ് ചെയ്യാനുള്ളത് അങ്ങനത്തെ ഐറ്റംസ് സൂക്ഷിക്കാനുള്ള ഷെഡുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അവിടെ അത്രയ്ക്കൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ലേ. ഇത്രേ പറ്റുള്ളൂ. എങ്ങനെ 1 2 മരത്തിൽ തൂങ്ങിയിട്ട് ഓർമ്മയുള്ളൂ. മറ്റേത് കണ്ടില്ല ആമേ കൈ വരലൊക്കെ അല്ലേ.
ഹോട്ടലുകളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ 2 മണിയൊക്കെ ആയപ്പോൾ വണ്ടി ഒതുക്കി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കുരങ്ങന്മാർ അധികം ഇല്ലാത്തൊരു ഏരിയ സെലക്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും വേണേ. ഞങ്ങൾ അവിടെ ഒരു വേസ്റ്റ് പോലും ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന ഏരിയയിലൊക്കെ ആരൊക്കെയോ പ്ലേറ്റൊക്കെ അവിടെ മറിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്, ഫുഡ് കഴിച്ചതിൻ്റെ പ്ലേറ്റ്. ആമിയാണെങ്കിൽ ആ പ്ലേറ്റ് കണ്ടപ്പോൾ ഏതോ കൂണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആമി ഇരിക്കുന്നത്. അമ്മ അവിടെ കുറേ കൂണുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഞങ്ങളെ വിളിച്ച് കാണിച്ചത്. ഞങ്ങൾ മാർട്ടിൻ ബേക്കറിയിലത്തെ ബ്രെഡാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ മാർട്ടിൻ ബേക്കറിയിലത്തെ മാർട്ടിൻ ചേട്ടൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ബ്രെഡ് ഞങ്ങൾ ഒന്ന് പൊക്കി പറയുന്നതല്ല കേട്ടോ, ഞങ്ങൾ അവിടെ നിന്ന് സ്നാക്സ് മേടിക്കുന്നതാണ്. നല്ല അടിപൊളി ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ നിങ്ങളിവിടെ ഇനി കേൾക്കാം കേട്ടോ. ആമ എങ്ങനെയുണ്ട് ബ്രെഡ്? അടുത്തത് 3ാമത്തെ ബ്രെഡാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇത് ഞങ്ങൾ മാർട്ടിൻ ബേക്കറിയിൽ നിന്ന് മേടിച്ച ബ്രെഡാണ് കേട്ടോ. ഇതിന്റെ സ്ലൈസ് കണ്ടോ, സാധാരണ ചെറിയ ചെറിയ സൈസല്ല, 1 ഇഞ്ച് കണക്കിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബ്രെഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്, പിടിച്ച ഞെങ്ങും പോലെ പഞ്ഞുമില്ല. പട്ടിന്റെ മൃദുലമായ ഇതിൽ കൂടിയിട്ടാണ് ബ്രെഡ് ഞങ്ങൾ കഴിക്കുന്നത്. ഇത് ഞങ്ങൾ മേടിച്ചത് മണ്ണുത്തിയിലുള്ള മാർട്ടിൻ ബേക്കറി. 50 വർഷം പാരമ്പര്യമുള്ള ബെഡാണ്. പക്ഷെ 50 വർഷം ഇതിന് കഴിക്കില്ല. ഇത് ഫ്രഷാണ്. മാർട്ടിൻ ബേക്കറി മാർട്ടിൻ മാത്രമോ. പിന്നെ ഞങ്ങൾ പോയത് പൂപ്പാറ വില്ലേജിലേക്കാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. പൂപ്പാറ വില്ലേജ് അവിടെ എത്തിയപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ അത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അതൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി കാഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യൻ്റെ കസിൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് മിസ്സായി. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡനിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. എല്ലാവരും ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് കഴിയുമ്പോഴേ പറയുള്ളൂ ഇടുമ്പോ. ഷിംനയുടെ ബ്രേസ്ലെറ്റ് പോയി, എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 10 പവന്റെ ബ്രേസ്ലെറ്റ് ഞാൻ കല്യാണം കഴിയുമ്പോൾ മേടിച്ചു കൊടുത്തായിരുന്നു. ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. തപ്പാണ്. ഇത് എവിടെ പോയെന്ന് കറക്റ്റ് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. അച്ഛൻ മേടിച്ചെടുത്ത 10 പവന്റെ ബ്രേസ്ലെറ്റ് പോയി. ആ കിട്ടി ഗൈസ്, എന്റെ ബ്രേസ്ലെറ്റ് കിട്ടി. കാണിക്കൂ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കൂ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കൂ ഗൈസ്. സാറക്കുട്ടിയുടെ ബ്രേസ്ലെറ്റിന്റെ പീസാണ്. റോസ് ഗാർഡനിൽ അങ്ങനെ വലിയ കാഴ്ചകളൊന്നും കാണാണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഗാർഡൻ, അങ്ങനെ ഫ്ലവേഴ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈ സീസണിന്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. റോസ് ഒന്നും വലിയ ഉഷാറില്ലാണ്ടാണ് റോസാപ്പൂവൊക്കെ നിൽക്കണ്ടായിരുന്നത്. ലേക്കിന്റെ സൈഡിൽ പർച്ചേസ് ചെയ്യാനൊക്കെ കൂടിയിട്ട് കാലത്ത് ഒരു ദിവസം വന്ന വ്യത്യാസം തിരിച്ചു പോലായിരുന്നു പതിവ്. ഇന്നിപ്പോ ഇഷ്ടംപോലെ സമയമുണ്ട് പോവാനും കാര്യങ്ങളും കാണാനൊക്കെ. ഞങ്ങള് കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു. ഇത് കൊടൈക്കനാലല്ലേ? 5 കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ചവിട്ടിയാ. അയ്യോ പപ്പ നോക്ക് അപ്പ. പതുക്കെ
അത് കഴിഞ്ഞ് ഞങ്ങൾ ലേക്കിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം നടന്നതിന് ശേഷം അവിടെ ഒരു പെറ്റ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടായിരുന്നേ. അത് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഒരു ഗെയിമിൻ്റെ ഒരു ഗെയിം സോണും ഉണ്ട്, കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഉണ്ട് ലേക്കിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ പോകുമ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ ടിക്കറ്റ് എടുത്ത് കയറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ പിള്ളേർ കുറേയൊക്കെ കയ്യിലൊക്കെ എടുത്ത് ഓരോന്നിനെ പാമ്പിനൊക്കെ തൊട്ടു എന്ന് വന്ന് പറഞ്ഞു. എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. ആദ്യമൊക്കെ എല്ലാതും എടുത്തു പിടിച്ചു തൊട്ടു എന്നൊക്കെ പറഞ്ഞേ. ഇഗ്വാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ അതൊക്കെ കണ്ട് നന്നായി എൻജോയ് ചെയ്തു. അവിടെ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്, അവിടെ പെർ ഹെഡ് 150 ആണെന്ന് തോന്നുന്നു. അപ്പം മനുഷ്യരുടെ നീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി കയറുന്നതുകൊണ്ട് പിള്ളേരെ ഞങ്ങൾ അവരുടെ കൂടെ കയറ്റിയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് നന്നായി ഇഷ്ടമായിട്ട് തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇതൊന്നും ചെയ്യില്ലല്ലോ. Is this gecko or? No, it's a iguana. Geckos are smaller than iguana. And it's a semi-adult only. It can grow more than 6 feet. സ്റ്റോണാ അത്? That's not like. That is Miami corn snake. It's a baby snake. Which one you want to pet? Okay. I will give you. Wait, Stevie, you have to. Go next. Go. Oh, it's cold. It's just cold. Pet. Get there. സോഫ്റ്റാ? ഞാൻ വിചാരിച്ചു നല്ല വരപ്പായിട്ട്. See? It'll only eat food from your hand. There. Go inside and get it. Feed it. ആദിനെ കടിച്ചു അല്ലേ? There. See. I don't want to cheelada. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒന്നിനും എടുത്തില്ല, എനിക്ക് പേടിയായോണ്ട്. പക്ഷെ ആദ്യം എടുത്തില്ല, തൊട്ടു. ഞാൻ തൊട്ടു കുറച്ചൊക്കെ. അടിപൊളിയായിരുന്നു. പേടിയായോണ്ട് ഒന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ ചെന്നൊരു പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ണിക്കുട്ടനും കുഞ്ഞുനും മിന്നുനും കുഞ്ഞിക്കൊക്കെ കൊടുക്കാനുള്ള കുറച്ച് ഐറ്റംസ്, അങ്ങനെ വല്ലാണ്ട് വെറൈറ്റി ഐറ്റംസ് ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. പിള്ളേർ കുറച്ച് അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള സാധനങ്ങൾ കുറച്ച് ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റായിട്ട് മേടിച്ചു. പിന്നെ ചോക്ലേറ്റ് മേടിക്കാൻ പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ലോക്കൽ ആയതുകൊണ്ട് എല്ലാത്തിലും ഈ കയറിയിരിക്കുന്ന ഇവിടെ ഒരാള് അതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റിംഗിലാണ്, മത്സരാണ് അല്ലേ പെണ്ണുകുട്ടിയെ? ആരാദ്യം ഇടും? ഹാമി ആദ്യം ഞാൻ നൂഡിൽസ് കഴിക്കണം കേട്ടാ. സാരക്കുട്ടി എന്താ കഴിക്കണേ? നെയ്ച്ചോറ്. അവർ നെയ്ച്ചോറ് ഫാൻസാ. മെൽഫി ചേച്ചി കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, ജീരകശാല റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഫുഡ് നമുക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ഫുഡൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗീ റൈസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗീ റൈസും തലേ ദിവസം അൽഫാമിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കറിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർ നൂഡിൽസ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഞങ്ങളിത് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു എപ്പിസോഡും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.